കഥയെ ആരംഭിക്കുന്നത് 3 കൂട്ടുകാരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വോങ് എന്നും ഫെയ് എന്നും കോക്കൊന്നുമായിരുന്നു അവരുടെ പേരുകൾ. 3 പേരും അത്രമേലടുത്ത കൂട്ടുകാരാണ്. പരസ്പരം സഹോദരങ്ങളെ പോലായിരുന്നു അവർ കരുതിയിരുന്നത്. അവരൊരു ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ആയിരുന്നു. ഗ്യാങ്ങിലെ കുറച്ചു പണം മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടുന്ന ഉത്തരവാദിത്തം അവർക്കായിരുന്നു വന്നെത്തിയിരുന്നത്. അന്നവർ അതിന്റെ ദൗത്യത്തിലാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടയിൽ അവരുടെ കാർ ഒരു പ്രതിസന്ധിയിലകപ്പെട്ടു. അവരുടെ കാറിന് പിന്നിലും മുന്നിലുമായി മറ്റു ചില കാറുകൾ വന്നു നിന്നു. പണത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് എന്ന് 3 സഹോദരങ്ങൾക്കും അങ്ങ് മനസ്സിലായി കഴിഞ്ഞിരുന്നു. പിന്നെ വൈകിയില്ല. പണപ്പെട്ടിയും തങ്ങളുടെ ആയുധങ്ങളും എടുത്ത് അവർ പുറത്തേക്കിറങ്ങി. അവരാകെ 3 പേരെ ഉള്ളുവെങ്കിലും 3 സഹോദരങ്ങളും വളരെയധികം കാമായും സമാധാനത്തിലുള്ളതുമായും കാണപ്പെട്ടിരുന്നു. നടന്ന് കുറച്ചു മുമ്പിലേക്ക് നീങ്ങിയവർ പണപ്പെട്ടി സുരക്ഷിതമായ ഒരു പൈപ്പ് ലൈന്റെ മറുവശത്തേക്കിട്ടു. ശേഷം തങ്ങൾക്കെതിരെ വന്നവർക്കെതിരെ ധൈര്യത്തോടെ നിൽക്കാൻ തുടങ്ങി. അവരുടെ മുഖത്ത് ഒരു തരി ഭയം പോലും കാണാനുണ്ടായിരുന്നില്ല. പിന്നാലെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. എന്തിനേറെ പറയുന്നു, ശത്രുക്കളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പണപ്പെട്ടിയും എടുത്തുകൊണ്ട് 2 സഹോദരങ്ങൾ 2 വഴിക്കായി ഓടി. ഇതേ സമയം കൂട്ടത്തിലെ മുതിർന്നവനായ വോങ് ശത്രുക്കൾക്കെതിരെ പോരാടാൻ നിൽക്കുകയായിരുന്നു. ശക്തമായ ഫൈറ്റ് തന്നെ നടന്നു. അവരെയൊക്കെ അടിച്ചിട്ട ശേഷം 3 കൂട്ടുകാരും ഒന്നിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്ന സ്യൂട്ട് കേസിലൊന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫേയും ക്വാക്കും ചേർന്ന് വോങ്ങിനോട് പറഞ്ഞു, എങ്ങനെയോ ശത്രുക്കൾ അത് കരസ്ഥമാക്കിയിട്ടുണ്ട്. അവരെ തടഞ്ഞു നിർത്താൻ തങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. പിന്നെ പറയണ്ടല്ലോ, ഗ്യാങ് മെമ്പേഴ്സിന് ഗ്യാങ് ലീഡേഴ്സിന്റെയും എൽഡർലി മെമ്പേഴ്സിന്റെയും മുമ്പിൽ ചെയ്തുപോയ തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. അവരുടെ ഈ പരാജയത്തിൽ ഏറ്റവും അപമാനിതനായത് അവരുടെ ബോസായ മാർക്ക് ചെങ് ആയിരുന്നു. ലീഡേഴ്സ് ആയിട്ടുള്ളവർ ചോദ്യം ചെയ്തപ്പോ മാർക്ക് ചെങ്ങിന് പറയാൻ മറുപടികൾ ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിലെ ലീഡേഴ്സിൽ ക്വായ്ലു എന്നു പേരുള്ള ഒരു വ്യക്തിയുണ്ട്. ക്വായ്ലു ആയിരുന്നു 3 സഹോദരങ്ങളെയും പരമാവധി കുറ്റപ്പെടുത്തിയതും ശിക്ഷ നടപ്പാക്കണം എന്നൊക്കെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്നതും. തന്റെ സബോർഡിനേറ്റ്സ് ആണല്ലോ പരാജയപ്പെട്ടു വന്നത്. എല്ലാ ഉത്തരവാദിത്വവും മാർക്ക് ചെങ് ഏറ്റെടുത്തു. ശിക്ഷാവിധികൾ സബോർഡിനേറ്റ്സിന് മേൽ നടപ്പിലാക്കാൻ തുടങ്ങി. കട്ടിയേറിയൊരു വുഡൻ സ്റ്റിക്ക് കൊണ്ട് ശക്തമായി 3 സഹോദരങ്ങളും മർദ്ദിക്കപ്പെട്ടു. പണിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞതും അന്നത്തെ പരിപാടിയിൽ ക്വായ്ലു മറ്റു ഗ്യാങ് ലീഡേഴ്സിനെ ചെന്ന് കാണുന്നുണ്ടായിരുന്നു. സംഭവം എന്തെന്നാൽ ഗ്യാങ് ലീഡേഴ്സിന്റെ ബോസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻ അധികം വൈകാതെ വരാനിരിക്കുന്നുണ്ട്. അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിലാണ് അത് സംഭവിക്കാനുള്ളത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ബോസ് ആയിരിക്കും ഗ്യാങ് ലീഡേഴ്സിന്റെയും ഗ്യാങ്സിന്റെയും എല്ലാ അധികാരവും കൈയാളുക. എല്ലാ ബിസിനസിന്റെയും മേൽനോട്ടവും ശിക്ഷാവിധികൾ വിധിക്കുന്നതും ഒക്കെയും ആ ബോസ് തന്നെയായിരിക്കും. അടുത്ത ബോസാകണം എന്ന് ക്വായ്ലുവിനൊരു നോട്ടമുണ്ട്. അതുകൊണ്ട് ആ ലീഡേഴ്സിനെയൊക്കെ സ്വാധീനിച്ച് ബോസാവാനാണ് ക്വായ്ലു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വായ്ലു കൂടുതൽ സംസാരിക്കുകയും ലീഡേഴ്സിനെയൊക്കെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ലീഡേഴ്സ് ഏവരും ബോസാവാൻ ഏറ്റവും അനുയോജ്യൻ മാർക്ക് ചെങ്ങാണെന്നായിരുന്നു കരുതിയിരുന്നത്. അവരേവരും സംസാരിക്കാനിരുന്ന ക്വായ്ലുവിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോവുക പോലും ചെയ്തു. ക്വായ്ലുവിന് അപ്പോഴേ താൻ പരാജയപ്പെട്ട പോലെ തോന്നിയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് 3 സഹോദരങ്ങളും ഒരു ഹോട്ട് ബാത്തിന് പോയിരിക്കുകയായിരുന്നു. വൈകാതെ അങ്ങോട്ടേക്ക് മാർക്ക് ചെങ് കൂടി കടന്നു വന്നു. അവിടെത്തി തന്റെ സബോർഡിനേറ്റ്സിനോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. അപ്പോഴാണ് മാർക്ക് ചെങ്ങിന്റെ യഥാർത്ഥ മനസ്സും എത്ര നല്ല മനുഷ്യനാണ് അയാൾ എന്നും വെളിപ്പെടുന്നത്. ഗ്യാങ് ലീഡേഴ്സിന്റെ മുമ്പിലും ഏറ്റവും മുതിർന്ന ഏവരും ബഹുമാനിക്കുന്ന എൽഡറിന്റെ മുമ്പിലും വളരെ കർക്കശക്കാരനായി കാണപ്പെടുന്ന മാർക്ക് ചെങ് തന്റെ സബോർഡിനേറ്റ്സിനോട് ഏറെ സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. അവിടെ വെച്ച് തനിക്ക് മറ്റു വഴിയില്ലാത്തത് കൊണ്ടാണ് അവരെ മർദ്ദിച്ചതെന്നും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നുവരെ മാർക്ക് ചെങ് തന്റെ സബോർഡിനേറ്റ്സിനോട് പറയുന്നുണ്ട്. മാർക്ക് ചെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവർ വെറും സബോർഡിനേറ്റ്സ് ആയിരുന്നില്ല, മറിച്ച് തന്റെ ഫാമിലി തന്നെയായിരുന്നു. 3 സഹോദരങ്ങൾക്കും തങ്ങളുടെ ബോസിനോട് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ഒരു വിദ്വേഷമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട ലീഡർ കൂടിയായ ബോസ് എത്തരത്തിലൊരു മനുഷ്യനാണ് എന്നവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അന്ന് രാത്രിയിൽ അവിടെ നിന്നൊക്കെ പോന്നപ്പോ വോങ് ഞെട്ടിക്കുന്നൊരു സത്യം അറിഞ്ഞു. സംഭവം എന്തെന്നാൽ സ്യൂട്ട് കേസ് മോഷണം പോയിരുന്നില്ല. ആരും അത് തട്ടിയെടുത്തുമിരുന്നുമില്ല. ക്വാക്കും ഫെയും ചേർന്ന് ആ സ്യൂട്ട് കേസ് ഒളിപ്പിച്ചതായിരുന്നു. വോങ് അത് മനസ്സിലാക്കി അവരെ എതിരിട്ടതും അവരിരുവരും വോങ്ങിനോട് സത്യം പറയാൻ തുടങ്ങി. പണത്തിന് ഇരുവർക്കും ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. മറ്റു വഴികളില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്തത്. ക്വാക്കിന് കടക്കിണിയിൽ പെട്ടിരിക്കുന്നത് കൊണ്ട് ലോൺ ഷാർക്കിന് കൊടുക്കാൻ കുറെ പണം വേണം. ഫേയുടെ സഹോദരിയാണെങ്കിൽ സർജറിക്കായി ആശുപത്രിയിലാണ്. അവിടെ അടയ്ക്കുവാനും പണം ആവശ്യമാണ്. ആ ഒരു അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ വോങ് വിഷമാവസ്ഥയിലായി. ഒരു വശത്ത് പ്രശ്നങ്ങളിൽ പെട്ടുനിൽക്കുന്ന സഹോദരങ്ങൾ, മറുവശത്ത് തന്റെ ബോസായ മാർക്ക് ചെങ്, കൂട്ടത്തിൽ ഗ്യാങ്ങിനോട് പുലർത്തേണ്ട നീതിയും. ഒടുവിൽ തന്റെ സഹോദരങ്ങളുടെ കൂടെ നിൽക്കാൻ വോങ് തീരുമാനിച്ചു. ആ പണത്തിലെ വലിയൊരു പങ്കുകൊണ്ട് ഫേയുടെ സഹോദരിയുടെ സർജറിക്കായുള്ള ബില്ലവർ അടച്ചു. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം അതായിരുന്നല്ലോ. സർജറി കഴിഞ്ഞ് ഫേയുടെ സഹോദരി സുഖപ്പെട്ടു വന്നു. പിന്നാലെ വോങ് പറഞ്ഞു, നമുക്ക് ഈ പണം അങ്ങനെ എടുക്കാൻ പാടില്ല. എത്രയും വേഗത്തിൽ അത്രയും പണം സമ്പാദിക്കുന്ന ഒരു വഴി കണ്ടെത്തണം. ശേഷം ആ
പണം തിരികെ വെച്ച് പെട്ടി തിരികെ ഏൽപ്പിക്കണം. വൈകാതെ അവർ അതിനായി ഒരു കളക്ടറെ ചെന്ന് കണ്ടു. കളക്ടറിൽ നിന്ന് അവർക്ക് കിട്ടിയ ആദ്യ ദൗത്യമെന്നത് സ്വർണ്ണ മോഷണമായിരുന്നു. അവർക്ക് കിട്ടിയ വിവരമനുസരിച്ച് സ്വർണം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് കോംപ്ലക്സിലാണ്. വിവരം കിട്ടിയെന്ന് രാത്രി തന്നെ 3 സഹോദരങ്ങളും ചേർന്ന് തങ്ങളുടെ ഉത്തരവാദിത്തപൂർണമായ പ്രവൃത്തിയിലേക്ക് കടന്നു. പക്ഷേ പറഞ്ഞയിടത്തെത്തി ചരക്കെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കുന്നത്. അവരോട് പറഞ്ഞിരുന്നത് സ്വർണമാണെന്നായിരുന്നെങ്കിലും അവിടെ നിന്ന് എടുക്കുന്ന ചരക്ക് യാഥാർത്ഥ്യത്തിൽ മയക്കുമരുന്നായിരുന്നു. അത്രത്തോളം ആയപ്പോഴേക്കും പദ്ധതിയിൽ അവരൊരുപാട് മുന്നിട്ട് കഴിഞ്ഞിരുന്നു. ഇനിയങ്ങനെ ചരക്കെടുക്കാതെ തിരികെ പോവൽ സാധ്യമല്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഒരു സംഘം ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്നു ചേരുകയാണ്. അതേ മയക്കുമരുന്ന് കൈക്കലാക്കാനായിരുന്നു അവരുടെയും വരവ്. അതടുത്തൊരു ഏറ്റുമുട്ടലിന് വഴിവെച്ചു. ശക്തമായ പോരാട്ടം തന്നെ സംഭവിക്കുകയാണ്. അവിടെ നടന്ന പോരാട്ടത്തിനൊടുവിൽ ഒരു തരത്തിൽ രക്ഷപ്പെട്ട് 3 സഹോദരങ്ങളും കളക്ടറുടെ അടുത്തേക്കെത്തി. കളക്ടറെ എതിരിട്ട് മർദ്ദിച്ച് എന്താ ഇതിന്റെയൊക്കെ പൊരുൾ, എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് കളക്ടറോട് അവർ ചോദിക്കാൻ തുടങ്ങി. മയക്കുമരുന്നാണെന്നറിഞ്ഞാൽ അവരതിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് സ്വർണമെന്ന് കള്ളം പറഞ്ഞതെന്നും ആദ്യമേ മുതൽ അവിടെ ഉണ്ടായിരുന്ന വസ്തു മയക്കുമരുന്ന് തന്നെയായിരുന്നുവെന്നും അത് ക്വായിലുവിന്റെ പ്രൊഡക്റ്റാണ് എന്നും കളക്ടർ വ്യക്തമാക്കി. എന്തു തന്നെയാണെങ്കിലും ചരക്ക് സ്വീകരിച്ച കളക്ടറിനെ അവർ ഒന്ന് കൈകാര്യം ചെയ്തെങ്കിലും അവരോട് പറഞ്ഞുറപ്പിച്ച പണം കൊടുത്തു. തനിക്ക് കിട്ടിയ പണത്തിലെ പങ്കുകൊണ്ട് ഗ്യാങ്ങിന്റെ പണം അവർ എടുത്തിരുന്നല്ലോ, അത് തിരിച്ചു വെക്കുകയായിരുന്നു വോങ് ചെയ്തത്. ബാക്കി വന്ന പണം 2ആയി വീതിച്ച വോങ് അത് ഫേക്കും ക്വാക്കിനുമായി നൽകി. ഇരുവർക്കും ആവശ്യങ്ങളുണ്ട്, അത് നിറവേറ്റാനായി ശ്രദ്ധയോടെ ചെലവഴിക്കാൻ വോങ് അവരെ ഉപദേശിച്ചു. ഫേയോട് സഹോദരിയുടെ ചികിത്സാ ചെലവിന് നല്ല രീതിയിൽ ഈ തുക വിനിയോഗിക്കാനും ക്വാക്കിനോട് കടക്കിണിയിൽ നിന്ന് രക്ഷ നേടാനും പണം ലോൺ ഷാർക്കിന് കൊടുത്ത് ലോണുകൾ തീർക്കാനും വോങ് എടുത്തു പറഞ്ഞു. വൈകാതെ ഗ്യാങ്ങിന്റെ പണവുമായി വോങ് നേരെ മാർച്ചങ്ങിനെ ചെന്നു കണ്ടു. പണം തിരികെ ഏൽപ്പിച്ചു. മാർച്ചങ് ഒരു പൊട്ടനൊന്നുമല്ലല്ലോ, ഇത്ര പെട്ടെന്ന് ഈ പണം എവിടെ നിന്ന് വന്നു എന്നായി മാർച്ചങ്ങിന്റെ ചോദ്യം. ബോസിനോട് നുണ പറയാൻ വോങ്ങിന് സാധിക്കുമായിരുന്നില്ല. യഥാർത്ഥ സത്യങ്ങൾ വോങ് മാർച്ചങ്ങിനോട് വിശദീകരിച്ചു. പണം തങ്ങൾ എടുത്തതാണെന്നും ഫെയ്യുടെ സഹോദരിക്ക് സർജറി വന്നെന്നും അതിനായാണ് അത് ഉപയോഗിച്ചത്. ആ പണമടക്കം തിരികെ വെച്ചാണ് ഈ പെട്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വോങ് മാർച്ചങ്ങിനോട് വിശദീകരിച്ചു പറഞ്ഞു. ഇത്തിരി സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും മാർച്ചങ് സമാധാനത്തോടെ ഇരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ചു. പൊട്ടിത്തെറിച്ചൊരു പ്രശ്നമുണ്ടാക്കാതെ തന്റെ സബോർഡിനേറ്റ്സിനോട് മാർച്ചങ് പറഞ്ഞു, നിങ്ങൾ മൂവരും പിന്നെ ഞാനുമല്ലാതെ ഈ വിവരം പുറത്താരും അറിയരുത്. ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. തന്റെ സബോർഡിനേറ്റ്സ് തെറ്റുകൾ അങ്ങനെ പ്രവർത്തിക്കുന്നവരല്ലെന്നും ചതിക്കുന്നവരല്ലെന്നും കൃത്യമായി മാർച്ചങ്ങിന് അറിയാമായിരുന്നു. ഇതേസമയം മറുവശത്ത് ക്വാക്കാകട്ടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തനിക്ക് വന്ന കടം വീട്ടാൻ അവരുടെ ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. അവിടെത്തി പണം കൊടുത്തുകൊണ്ടിരിക്കെ മാർക്കറ്റ് ഇടിയാൻ പോകുന്നു എന്നതിന്റെ സാധ്യതകൾ ക്വാങ് നോക്കിക്കാണുകയാണ്. അതോടെ കടം വീട്ടേണ്ടുന്നതിനു പകരം അവൻ കൊണ്ടുവന്ന പണം മുഴുവൻ അവൻ വീണ്ടും ഷെയർ മാർക്കറ്റിലിട്ടു. പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റും എന്ന ഉദ്ദേശത്തിലായിരുന്നു അത്. പക്ഷേ ഇത്തവണയും ഭാഗ്യം അവന്റെ കൂടായിരുന്നില്ല. അവൻ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ അവന് നഷ്ടം നേരിടേണ്ടി വന്നു. നഷ്ടമെന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം. അതോടെ ക്വാക്കിന്റെ കടക്കിണി വീണ്ടും മുറുകുകയാണ്. കടക്കിണി മുറുകിയതോടെ ലോൺ ഷാർക്കുകളുടെ ബോസിനെ കാണാൻ ക്വാക്ക് നിർബന്ധിതനായി. അവിടെ എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നത്. ലോൺ ഷാർക്കുകളുടെ ബോസ് മാർച്ചങ്ങിന്റെ എതിരാളി ക്വായിലുവായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ മോശമാക്കുന്ന അവസ്ഥയിൽ അവിടെ തല്ലിച്ചതയ്ക്കപ്പെട്ട രീതിയിൽ കളക്ടർ കൂടി ഉണ്ടായിരുന്നു. വൈകാതെ തന്റെ അവസ്ഥയും അതുപോലെ തന്നാകും എന്ന് കോക്ക് പ്രതീക്ഷിച്ചിരുന്നു. അടുത്ത ദിവസം ക്വായിലു എൽഡറിന്റെ മുമ്പിലേക്ക് എല്ലാ ഗ്യാങ് ലീഡേഴ്സിനെയും വിളിച്ചുകൂട്ടി. തനിക്ക് കിട്ടിയ ട്രംപ് കാർഡ് ഉപയോഗിച്ച് മാർച്ചങ്ങിനെ താഴെ ഇറക്കാനായിരുന്നു ക്വായിലുവിന്റെ പദ്ധതി. തലേന്ന് തന്റെ പിടിയിലായ കോക്കിനെ ക്വായിലു ക്രൂരമായി ഉപദ്രവിച്ച് കോക്കിൽ നിന്ന് വിവരങ്ങൾ ഊറ്റിയിരുന്നു. ആ വിവരം മാർച്ചങ്ങും അറിഞ്ഞിരുന്നു. അവിടെ മാർച്ചങ്ങും ക്വായിലുവും തമ്മിൽ വലിയൊരു പ്രശ്നം ഉടലെടുക്കാൻ ആരംഭിച്ചു. പക്ഷേ എൽഡർ ഇടപെട്ടു. തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പകകൊണ്ടും വയലൻസ് കൊണ്ടുമല്ല തീർക്കേണ്ടതെന്നും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അക്രമമല്ലെന്നും എൽഡർ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങൾ ചേർന്ന് പണം അപഹരിച്ച വിവരം ക്വായിലുവിലൂടെ ഗ്യാങ് ലീഡേഴ്സിന് മുമ്പിൽ എത്തിയിരുന്നല്ലോ, അതുകൊണ്ട് അവർക്കെതിരെ നടപടി വേണം എന്ന് ക്വായിലു തന്നെ പറഞ്ഞു. ഒടുവിൽ മാർച്ചങ്ങിന്റെ സബോർഡിനേറ്റ്സ് ആയ വായെയും ഫെങ്ങിനെയും കോക്കിനെയും ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കുകയാണ്. മറ്റൊരു ഗ്യാങ്ങിലും ചേരാൻ പറ്റാത്ത തരത്തിൽ അവർ വിലക്കപ്പെടുകയും ചെയ്തു. അന്ന് രാത്രിയിൽ വോങ്ങും ക്വാക്കും ഫെയ്യും ഒരിടത്ത് മീറ്റ് ചെയ്യുകയായിരുന്നു. അവർ തമ്മിൽ വലിയ വാക്കുതർക്കം ഉടലെടുത്തു. എപ്പോഴും തങ്ങൾക്ക് ബാധ്യതയാകുന്ന ക്വാക്കിനെ വോങ് ഒരുപാട് വിമർശിച്ചു. അന്ന് പണമടയ്ക്കാൻ കൊടുത്തുവിട്ടിട്ടും വോങ് അത് നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ടാണ് ഈ അവസ്ഥ തങ്ങൾക്കൊക്കെ വന്നത്
എന്ന തരത്തിൽ വോങ് അവനെ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഒരു ഗ്യാങ്ങിലെയും മെമ്പേഴ്സ് അല്ലാതെ മാറിയതോടെ ക്വാക്കും ഫെയ്യും വാങ്ങും സാധാരണ മനുഷ്യരെ പോലായി കഴിഞ്ഞിരുന്നു. കൃത്യമായ ജോലിയോ ജീവിതത്തിനൊരു പർപ്പസോ അവർക്കുണ്ടായിരുന്നില്ല. അവർ തമ്മിലുള്ള വാക്കുതർക്കത്തിനു ശേഷം വോങ് മാർച്ചങ്ങിനെ കാണാൻ ചെന്നു. അവസാനമായ ഒരു യാത്ര പറച്ചിലിനായിരുന്നു അത്. വളരെ ഇമോഷണലായ ഒരു മൊമെന്റ് ആയിരുന്നു അത്. മാർച്ചങ് തന്റെ പ്രിയപ്പെട്ട വോങ്ങിനോട് യാത്ര പറയാൻ ബുദ്ധിമുട്ടി. പോകുന്നതിന് മുമ്പ് അദ്ദേഹം വോങ്ങിന് കുറച്ചധികം പണം കൊടുത്തു. പുതിയൊരു ജീവിതം തുടങ്ങാൻ വോങ്ങിനോട് പറഞ്ഞു. തന്റെ ബോസ് തന്നോട് കാണിക്കുന്ന ഈ സഹായത്തിനും ഉദാര മനസ്കതയ്ക്കും ബോസിനോട് വോങ്ങിന് വലിയ സ്നേഹവും കടപ്പാടും തോന്നിയിരുന്നു. അവിടെ നിന്നും ഇറങ്ങിയപ്പോ മാർച്ചങ് നേരെ പോയത് ക്വായ്ലുവിനെ മീറ്റ് ചെയ്യാനായിരുന്നു. ഇത്രയും നാളത്തെ തന്റെ ഗ്യാങ്സ്റ്റർ വേൾഡിലെ എക്സ്പീരിയൻസ് കൊണ്ട് ക്വായ്ലു എത്തരക്കാരനാണെന്നും എന്തൊക്കെ പ്രവർത്തിക്കും എന്നും മാർച്ചങ്ങിന് നന്നായിട്ട് അറിയാമായിരുന്നു. ക്വായ്ലുവിന്റെ മയക്കുമരുന്നാണല്ലോ മുമ്പ് വോങ്ങും ഫെങ്ങും ക്വാക്കും ചേർന്ന് തട്ടിയെടുത്തിരുന്നത്. ഗ്യാങ്ങിൽ നിന്നവർ പുറത്താക്കപ്പെട്ടെങ്കിലും ക്വായ്ലു അവരോട് അതിന് പ്രതികാരം ചെയ്യും എന്ന് മാർച്ചങ് ഊഹിച്ചിരുന്നു. അതില്ലാതിരിക്കാൻ മാർച്ചങ് ക്വായ്ലുവിനോട് അപേക്ഷിച്ചു. ക്വായ്ലു തന്റെ കുട്ടികളെ വെറുതെ വിട്ടാൽ വരാനിരിക്കുന്ന ബോസ് ഇലക്ഷനിൽ നിന്ന് താൻ മാറി നിൽക്കാം എന്നും മാർച്ചങ് പറഞ്ഞു. പക്ഷേ മാർച്ചങ് പോയി കഴിഞ്ഞതിന് പിന്നാലെ ഫേയെയും കോക്കിനെയും വകവരുത്താൻ ക്വായ്ലു തന്റെ ആളുകളെ പറഞ്ഞയച്ചിരുന്നു. വോങ്ങിനെതിരെയും ആക്രമിക്കാൻ ആളുകളെത്തി. എന്നിരുന്നാൽ തന്നെയും തങ്ങളുടെ മികച്ച കഴിവുകൾ കൊണ്ട് വോങ്ങും ഫേയും ക്വാക്കും അവരെ അടിച്ചിട്ട് ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുകയാണ്. പക്ഷേ ക്വായ്ലു അവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ തനിക്ക് പ്രശ്നമാവും എന്ന് ചിന്തിച്ച മാർച്ചങ്ങിനെ വകവരുത്താൻ ക്വായ്ലു തന്റെ ബെസ്റ്റ് ആളുകളെ പറഞ്ഞയച്ചു. അതിനോടകം ബോസായി നല്ല രീതിയിൽ പേരെടുത്ത വ്യക്തിയാണ് മാർച്ചങ്. അതുകൊണ്ട് ആ കഴിവും ആ ധൈര്യവും തന്നെ എതിരിടാൻ വന്നവരോടും മാർച്ചങ് പ്രകടിപ്പിച്ചു. തനിക്കെതിരെ വന്നവരെ മികച്ച നീക്കങ്ങളിലൂടെ മാർച്ചങ് വകവരുത്തി കീഴ്പ്പെടുത്തി. കൂട്ടത്തിലൊരാളെ മെസ്സേജ് പാസ് ചെയ്യാൻ ക്വായ്ലുവിനു അടുത്തേക്ക് പറഞ്ഞുവിടാനും മാർച്ചങ് ബാക്കി വെച്ചിരുന്നു. പക്ഷേ ഈ ഫൈറ്റിനിടയിൽ മാർച്ചങ്ങിന്റെ വയറ്റിൽ ഒരു കത്തിക്കുത്തേറ്റിരുന്നു. സാരമായ പരിക്കേറ്റ അയാൾ അവിടുത്തെ ഒരു കസേരയിലിരുന്നു. ഇതേ സമയം മാർച്ചങ് ആക്രമിക്കപ്പെടുന്നു എന്ന വിവരമറിഞ്ഞ് വോങ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. പക്ഷേ വോങ് എത്തുമ്പോഴേക്കും പരിക്ക് വളരെ വഷളായി കഴിഞ്ഞിരുന്നു. തന്റെ മരണം മുമ്പിൽ കണ്ട് മാർച്ചങ് കാത്തിരിക്കുകയായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ബോസ് അവസാന ശ്വാസമെടുക്കുന്നത് കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കാനേ വോങ്ങിനെന്ന് സാധിച്ചുള്ളൂ. അടുത്ത ദിവസം മാർച്ചങ്ങിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ അരങ്ങേറുകയായിരുന്നു. പലയിടത്തു നിന്നുമുള്ള പല ഗ്യാങ്സ്റ്റർ ലീഡേഴ്സും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണെങ്കിലും ക്വാക്കും ഫേയും വായും ചേർന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ബോസിനെ കാണാനെത്തി. അവർ തടയപ്പെട്ടു. പിന്നാലെയായിരുന്നു അങ്ങോട്ടേക്ക് ക്വായ്ലു വന്നെത്തുന്നത്. അങ്ങോട്ടേക്കെത്തിയ ക്വായ്ലു ഒട്ടും മടിക്കാതെ മാർച്ചങ്ങിനെ വകവരുത്തിയത് വോങ്ങും കൂട്ടുകാരും ചേർന്നാണ് എന്ന തരത്തിൽ ആരോപിച്ചു. അവരുടെ കള്ളത്തരമൊക്കെ പുറത്ത് കൊണ്ടുവന്നതിന്റെ പേരിലാണ് അവരത് പ്രവർത്തിച്ചത് എന്നും ക്വായ്ലു ആരോപിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ക്വായ്ലു രഹസ്യമായി വോങ്ങിന്റെ ചെവിയിൽ പറഞ്ഞു താനാണ് മാർച്ചങ്ങിനെ വകവരുത്താൻ ആളെ അയച്ചതെന്ന്. അത് കേട്ടതും വോങ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ബോസ് സെലക്ഷന്റെ ദിവസം എത്തി. വിധി നിർണയത്തിന് എൽഡറും മറ്റു മുതിർന്ന നേതാക്കളും എത്തിയിരുന്നു. മത്സരിക്കാനായി ആകെയുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയാകട്ടെ ക്വായ്ലു മാത്രമായിരുന്നു. ക്വായ്ലുവിനെതിരെ മത്സരിക്കാൻ ഏവരും ഭയപ്പെട്ടു നിന്നിരുന്നു. ഗ്യാങ്സ്റ്റർ ലോകത്ത് ചില നിയമങ്ങളുണ്ട്. ക്വായ്ലുവിന്റെ കുതന്ത്രത്തിലൂടെയുള്ള ആ വളർച്ചയും മറ്റും തടഞ്ഞു നിർത്താൻ നിയമപരമായ രീതിയിൽ എൽഡർക്കും സാധിക്കുമായിരുന്നില്ല. ഇതേസമയം മറുവശത്ത് വോങ്ങും ഫെയ്യും ക്വാക്കും ചേർന്ന് ആകെ വിറച്ചു നിൽക്കുകയായിരുന്നു. ക്വായ്ലുവിനോട് ഏതർത്ഥത്തിലും പ്രതികാരം ചെയ്യണം എന്നതോർത്ത് അവരുടെ ചോര തിളച്ചു. അച്ഛനെപ്പോലുള്ള അവരുടെ പ്രിയപ്പെട്ട മാർച്ചങ്ങിനെ കൊന്ന വ്യക്തിയാണ് ക്വായ്ലു. അവരങ്ങനെ ജീവിക്കണ്ട അവർ മനസ്സിലുറപ്പിച്ചു. തങ്ങളുടെ അഭിമാനം തിരിച്ചുപിടിക്കാനും മാർച്ചങ്ങിന് അദ്ദേഹത്തിന്റെ മരണത്തിന് നീതി നേടിക്കൊടുക്കാനും പോരടിക്കാനായി അവർ ഇറങ്ങിപ്പുറപ്പെട്ടു. തങ്ങളോട് താതാത്മ്യമുള്ള കുറച്ച് ഗുണ്ടകളെയും കൂട്ടുകാരെയും കൂടെ കൂട്ടി ക്വായ്ലുവിനെതിരെ പോരാടാൻ അവർ ഇലക്ഷൻ നടക്കുന്ന ഇടത്തേക്കെത്തി. ഇതേസമയം ക്വായ്ലു ആകട്ടെ പുതിയ ബോസായി തിരഞ്ഞെടുക്കപ്പെട്ടത് വലിയ തോതിൽ ആഘോഷിക്കുകയായിരുന്നു. ആരും എതിര് നിൽക്കാത്തതുകൊണ്ട് ക്വായ്ലു തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. എൽഡറിന് അതിൽ തീരെ സന്തോഷവും ഉണ്ടായിരുന്നില്ല. ക്വായ്ലു ആകട്ടെ തന്റെ വിജയത്തെപ്പറ്റിയും മാർച്ചങ്ങിന്റെ മരണത്തെ വിലപിച്ചും വലിയ പ്രസംഗം തന്നെ നടത്താൻ തുടങ്ങി. പ്രസംഗത്തിന്റെ തീവ്രത കൂടിക്കൂടി വന്ന സമയത്ത് അങ്ങോട്ടേക്ക് വോങ്ങും കൂട്ടുകാരും നടന്നു കയറുകയാണ്. ക്വായ്ലുവിനെ വെല്ലുവിളിച്ച് ക്വായ്ലു ചെയ്ത പ്രവൃത്തികൾ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ വരവ്. പിന്നെ അവിടെ നടന്നത് ഒരു ചേരിതിരിവായിരുന്നു. ക്വായ്ലുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ക്വായ്ലുവിന്റെ ഒപ്പവും മാർച്ചങ്ങിനെ സപ്പോർട്ട് ചെയ്തിരുന്നവർ വോങ്ങിനും കൂട്ടുകാർക്കൊപ്പവും അണിനിരന്നു. പിന്നെ അവിടെ നടന്നത് ആ രണ്ട് സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടലും ഗ്യാങ് വാറും തന്നെയായിരുന്നു.
ഇതിനിടയിൽ ക്വാക്ക് വലിയൊരു ടവറിംഗ് ബാംബു പോൾ അബദ്ധവശാൽ നശിപ്പിക്കുന്നുണ്ട്. അതോടെ അത് മറഞ്ഞു വീണു. അത് തന്നെ ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്തിരുന്നു. പലരും അതിനിടയിൽ പെട്ടു. അതിലൊരാൾ ക്വായിലുവുമായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലായതും ക്വായിലു എഴുന്നേറ്റ് കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഫേ ക്വായിലുവിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും ക്വായിലു അവനെ ഇടിച്ചു തെറിപ്പിച്ചു. ഒടുവിൽ ഒരു ബാംബു സ്റ്റിക്കിൽ ക്വായിലുവിന്റെ കൈകൊണ്ട് കുത്തിയമർന്നായിരുന്നു ഫേ മരണപ്പെട്ടത്. അത് നേരിൽ കണ്ട വോങ്ങിൽ രോഷം മാളിക്കത്തി. ഇത് കണ്ടിരുന്ന ക്വാക്ക് കാറിന് മുകളിലേക്ക് കയറി ക്വായിലുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആക്രമണത്തിൽ ക്വായിലുവിൽ നിന്ന് ക്വാക്കിന്റെ കഴുത്തിൽ സാരമായ പരിക്കേറ്റിരുന്നു. അവൻ മരണത്തോട് മല്ലടിക്കാൻ തുടങ്ങി. ഇതേസമയം അങ്ങോട്ടേക്ക് പോലീസ് സംഘവും വന്നെത്തുന്നുണ്ടായിരുന്നു. വോങ് ക്വായിലുവിനെ കടന്നാക്രമിച്ചു. മാർച്ചെങ്ങിന്റെയും തന്റെ പ്രിയ സഹോദരങ്ങളുടെയും മരണം വോങ്ങിനെ വെറുപിടിപ്പിച്ചിരുന്നു. ക്വായിലുവിനെ കൊല്ലാൻ തന്നെ വോങ് തീരുമാനിച്ചു. പോലീസ് എത്തിയിട്ടും അവൻ മടിച്ചില്ല. ക്വായിലുവിനെ വകവരുത്തി. കൺമുമ്പിൽ കൊലപാതകം കണ്ടാൽ പോലീസ് നോക്കി നിൽക്കില്ലല്ലോ. പോലീസും വെടിയുതിർത്തു. പോലീസ് വെടിയുണ്ട വോങ്ങിന്റെയും ജീവനെടുക്കുകയാണ്. സുഹൃത്തുക്കളും സഹോദരങ്ങളെ പോലെ ജീവിച്ചവരുമായ ഫെയ്യും കോക്കും വോങ്ങും അതോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവർ തീരുമാനിച്ചിറക്കിയ പ്രതികാരം എന്തുതന്നെയാണെങ്കിലും അവർ പൂർത്തിയാക്കിയിരുന്നു. അവരുടെ എല്ലാവരുടെയും മരണശേഷം അവശേഷിച്ചത് ഫേയുടെ സഹോദരിയായിരുന്നു. സർജറിയൊക്കെ കഴിഞ്ഞ് അവൾ സുഖപ്പെട്ടിരുന്നു. അവളുടെ കൂടെ ഫോങ്ടിങ് എന്ന പേരുള്ള വോങ്ങിനോട് പ്രണയമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയും വന്നു. അവരൊന്നിച്ച് സഹോദരങ്ങളെപ്പോലുള്ള ആ 3 കൂട്ടുകാർക്കും വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ഗ്യാങ്സ്റ്റർ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.